ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മലയാളികൾക്ക് പ്രിയപ്പെട്ട നമ്മുടെ വികാരമായ കപ്പയും മീൻകറിയുമാണ്. മത്തി മുളകിട്ട മീൻകറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ കപ്പയും മീൻകറിയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മീൻകറി ഉണ്ടാക്കുമ്പോഴാണ് കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ മത്തി മീനാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. കൂടെ കുറച്ച് ചെറിയുള്ളി, പിന്നെ ഒരു തക്കാളി, കടുക്, ഉലുവ, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3 പച്ചമുളക് സ്ലിറ്റ് ചെയ്തത്. ഇത് നമ്മൾ വാളൻപുളി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കറിവേപ്പില, നമുക്ക് പിന്നെ മുളക് പൊടി വേണം. എന്താ വെച്ചാൽ ഇത് മുളകിട്ട മീൻകറി ആയതുകൊണ്ട് മുളക് പൊടി വേണം. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് എണ്ണ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതും നമ്മൾ കടുക് പൊട്ടിക്കാം. കടുക് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ, ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയുള്ളി ഇടാം. ചെറിയുള്ളി ഒന്ന് വഴന്ന് വരാനായിട്ട് വേഗം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച സ്ലിറ്റ് ചെയ്ത 3 പച്ചമുളക് ഇടുവാണ്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് പേസ്റ്റായിട്ട് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചതച്ചു ഇടാം. നല്ലോണം കളറ് മാറണം, ഉള്ളിയുടെ കളർ നല്ലോണം മാറണം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണവും മാറണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇത്തിരി മഞ്ഞൾപ്പൊടി, നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു തക്കാളി ഇടാണ്. അപ്പോൾ നമ്മളിത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് വെക്കാം, തക്കാളി ഒന്ന് നല്ലോണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ തക്കാളി എല്ലാം നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച പുളി ഇടുക. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്യാം, വേണമെങ്കിൽ കുറച്ച് ഉപ്പിടുക. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇവിടെ മീൻകറി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവിടെ നല്ല മഴ, അടിപൊളി സീനറി അല്ലേ. നല്ല പുളിയുള്ള മീനും എരിവും പുളിയുള്ള മീൻകറിയും കപ്പയും നല്ല മഴയും അടിപൊളിയല്ലേ. അതെ, നമ്മുടെ ഗ്രേവി തിളയ്ക്കാണ്. അതിലേക്ക് കുറച്ച് ഉപ്പിടുവാണ്. ഞാൻ ചെക്ക് ചെയ്തായിരുന്നു, അപ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ കുറച്ച് ഉപ്പിട്ടു. ഇട്ട് ഇളക്കിയിട്ട് നമ്മളിപ്പോൾ മീൻ ഇടാൻ പോവാണ്. ഇത് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 to 7 മിനിറ്റ്സ് മതിയാവും. അപ്പൊ നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിക്കാണ്. അപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പൊ നമ്മളിപ്പോ കപ്പ ഉരിക്കാൻ പോവാണ്. തോല് എടുത്തിട്ട് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളത്തിലോട്ടിട്ട് കഴുകിയെടുക്കാം. ഇവിടെ നല്ല മഴയാണ്. അപ്പൊ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നുണ്ടോന്നൊന്നും എനിക്കറിയില്ല. നല്ല മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റും കൂടെ ഉണ്ട്. എന്തൊക്കെയോ വീണൊക്കെ പൊട്ടുന്നൊക്കെ ഉണ്ട്. കഴുകിയ ചീനി നമ്മൾക്ക് ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് 1 പ്രാവശ്യം കൂടെ ഒന്ന് വാഷ് ചെയ്യണം. നമ്മൾ കൊത്തി വെച്ച ടാപ്പിയൊക്കെ അല്ലേ കപ്പ, അത് നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ട് നല്ലോണം വാഷ് ചെയ്ത് എടുക്കാൻ പോവാണ്. ഇതൊരു 2 വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് ഞാൻ ഒരു കുക്കറിലോട്ട് മാറ്റാൻ പോവാണ്. അതിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും കൂടി ഇട്ട് വേവിക്കാൻ വെക്കാം. അത് കുക്കറിലിട്ടിട്ട് കൊണ്ടുവരാം. നമ്മൾ ചീനി ഒരു കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മളൊരു
ഒരു 5 വിസിൽ വരുന്നവരെ അടച്ചു വെച്ച് വേവിക്കും. അപ്പം നമ്മുടെ കപ്പ വേകുന്നതിനുള്ളിൽ അതിലേക്ക് ഇടാനായിട്ട് കുറച്ച് തേങ്ങ, 4 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ജീരകം, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് അരച്ചിട്ട് കൊണ്ടുവരാൻ, വെള്ളം ഒഴിക്കാതെ. നമ്മുടെ കപ്പ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത കൂട്ട് ഇടുക. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചേരാൻ വേണ്ടിയിട്ട് നമ്മളൊരു 5 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കാവും കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഞാൻ കടുക് വറക്കുന്നില്ല ഇതിന്, എന്താ വെച്ചാൽ ഞാനിതിൽ ഓൾറെഡി ഇതൊക്കെ ഇടുന്നതുകൊണ്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇടാൻ പോവാണ്. അതുകൊണ്ട് ഞാൻ കടുക് വറക്കുന്നില്ല. ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് വിളമ്പാവുന്നതാണ്. ആ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കപ്പയും മുളകിട്ട മീൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം.